എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഒന്നും ഓർക്കും, പക്ഷേ സമയം കിട്ടുകയില്ല. ഭയങ്കര ബിസി എപ്പോഴും. കുറേ നാളായിട്ട് അങ്ങനെ ഇരിക്കും. കുറേ നാളായിട്ട് ദൈവം എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങളെ അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ ഇടയ്ക്ക് ഇത്രയും ലോങ് ബ്രേക്കാണ് വരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ ഓർത്തുന്നത് ഇന്ന് എന്താണെങ്കിലും ഞാൻ ഇട്ടിട്ടുള്ളൂ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇങ്ങനെ പോന്നു. ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് വീഡിയോ ഒക്കെ ഇടുക. ഞാൻ പറയാൻ വന്നത്, എനിക്ക് ഒത്തിരി നിരാശയുണ്ട് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ബൈബിള് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പഴയ നിയമം ഹീബ്രു എബ്രായ ഭാഷയാണ്. പുതിയ നിയമം ഗ്രീക്കിലാണ്. കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്നത് ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പം അവിടുന്ന് ഒരുപാട് ട്രാൻസ്ലേഷനൊക്കെ വന്ന് ഒത്തിരി മാറിപ്പോയി. തന്നെയല്ല, ആൾക്കാർ മനസ്സിലാക്കുന്നതും പഠിപ്പിക്കുന്നതും തന്നെ ബൈബിളിലുള്ളതിനേക്കാളും വ്യത്യസ്തമായിട്ടൊക്കെയാണ്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതുകൊണ്ട് ഞാൻ ഓർത്തു, എന്താണെങ്കിലും ബൈബിൾ പഠിച്ചിട്ടേ ഉള്ളൂ. അത് ബൈബിളിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ, അല്ലാതെ മറ്റ് ട്രാൻസ്ലേഷനൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒറിജിനൽ ലാംഗ്വേജിൽ ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഞാൻ എല്ലാവരോടും ഇന്ന് പറയും, ഹസ്ബൻഡിനോട് പറയും. പിന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാൻ എങ്ങാണ്ട് പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിരിക്കുന്നത്, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പിന്നെ 120 പേരവിടെ കൂടിയിരുന്നപ്പം പരിശുദ്ധാത്മാവൻ വന്നതെന്നൊക്കെ പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അതെന്നാൽ എനിക്കൊന്നും നോക്കണം, ഇത് 120 പേര് തന്നെയാണോ? അതിനുവേണ്ടി ഞാൻ പിന്നെയും പോയി ഇതൊക്കെ പണ്ട് നമ്മളിടയ്ക്ക് വായിക്കും, പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്നാലും അതുപോലല്ലല്ലോ, നമ്മൾ പിന്നെയും പഠിക്കുമ്പം വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചാപ്റ്റർ 1 തൊട്ട് നോക്കിയപ്പം എനിക്ക് മനസ്സിലായതാണ്. കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവരോടൊക്കെ പറഞ്ഞിരുന്നു, ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇപ്പം യെരൂശലേമിൽ തന്നെ നിൽക്കണം, യെരൂശലേമിൽ നിന്ന് പോകരുത്. പരിശുദ്ധാത്മാവിനെ കർത്താവ് അവിടെ ചെന്നിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കും. ഇപ്പം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം മാത്രം ശിഷ്യന്മാർ ഒരു വിറ്റ്നസ്സിങ്ങിന് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ യെരൂശലേമിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ യെരൂശലേമിൽ തന്നെ നിന്നു. അവിടെ നിന്ന് കർത്താവ് അസെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 7-ാമത്തെ ദിവസമാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതാണ് പെന്തക്കോസ്ത് നാൾ അന്ന്. അപ്പോൾ ഇവരിങ്ങനെ അവിടെ താമസിക്കുക, അപ്പർ റൂമിൽ താമസിക്കുക. കൂടുതൽ അവർ പറയാറുണ്ട്, എല്ലാവരും ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ 24 hours ഇങ്ങനെ കുത്തിയിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു ഭക്ഷണം ഉണ്ടാക്കുകയോ ഒഴിക്കുകയൊക്കെ ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാലും അവിടെ പ്രയറുണ്ട്, അവിടെ നടക്കുന്നുണ്ട് പ്രയർ. അപ്പോൾ ഒരു ദിവസം പിന്നെ യൂദാസ്, അവർ 12 ശിഷ്യന്മാരാണല്ലോ, യൂദാസ് അങ്ങ് പോയില്ലേ. പിന്നെ അവരുടെ 12ാമത് ഒരാളെയും കൂടി എടുക്കാം എന്ന് വിചാരിച്ച് അവർ ചീട്ടിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച്, അങ്ങനെ മധ്യാസനം വേണമല്ലേ. അതൊരു ദിവസം. ആ ദിവസം 120 പേരെ കൂടിയിരുന്നു. അത് അധ്യായം 1. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലാണ് 120 പേര് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് താമസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ദിവസം, എന്നാന്ന് പറഞ്ഞിട്ടില്ല, ഒരു ദിവസം അവർ അക്കാലത്തെന്ന, എൻ്റെ ഓർമ്മ അക്കാലത്തെന്ന് പറഞ്ഞ പോലെ, ആ കാലത്തെന്നാണ് പറഞ്ഞത്. അതിനും വേറെ സംഭവമാണോ എനിക്കറിയത്തില്ല. എനിവേ ആ 1-ാം അധ്യായത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 120 പേരവിടെ കൂടിയിരുന്നു. അപ്പം എന്നിട്ട് അവിടെ വെച്ചാണ് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത്. അതൊരു സംഭവം. അന്ന് തന്നെയല്ല പരിശുദ്ധാത്മാവ് വന്നു പെന്തക്കോസ്ത് നാളിൽ. കാരണം അത് ചാപ്റ്റർ 2-ലാണ് പറഞ്ഞിരിക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന കാര്യമൊക്കെ പറയുന്നത്. പക്ഷെ മനുഷ്യർ വായിച്ചും മനസ്സിലാക്കേണ്ട പോലെയല്ല മനസ്സിലാക്കുന്നത്. അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, അന്ന് 120 പേര് ബിൽഡിങ്ങിനകത്ത് കൂടിയിരുന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്ന പോലെ വലിയ ശബ്ദമുണ്ടായി.
എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആ 120 പേരാന്ന് നമ്പർ അവർ പറയുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ആ സംഭവം നടത്തുന്ന സമയത്ത് ആൾക്കാരുടെ നമ്പർ പറഞ്ഞിട്ടില്ല, എത്ര പേര് കൂടിയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. 120 പേരെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. 120 പേരായിട്ട് കൂടിയിരുന്നതിന് മുമ്പ് അതിന് എൻ്റെ ചീട്ടിടുന്ന സമയത്താണ്, യുവദാസിന് പകരം ആളിനെ തിരഞ്ഞെടുക്കുന്ന സമയത്താണ് മാത്രമാണ് 120 പേര് കൂടിയിരുന്നത്. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ മനുഷ്യനെ, ഞാനിപ്പം എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞല്ലോ, തെറ്റിദ്ധരിപ്പിക്കുക. അപ്പം ചില ആൾക്കാരെ, ഇപ്പം ഞാൻ ഇന്നാൾ എനിക്കൊന്ന് 2 തവണയെങ്കിലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മൃഗങ്ങൾക്ക് ആത്മാവില്ലെന്ന് പറയാനായിട്ട് പറയുന്നവർക്കൊരു തെളിവൊന്നുമില്ല, ബൈബിളിൽ നിന്ന് അങ്ങനെ ഒരു തെളിവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിന് ഒരു ഫേമസ് പ്രീച്ചറിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. കാരണം പ്രീച്ചർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, മൃഗങ്ങൾക്ക് ആത്മാവില്ല. അപ്പം ഫേമസ് ആയിട്ടുള്ളവരൊക്കെ പറയുമ്പോൾ പിന്നെ അതല്ലേ ശരി, ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്ന ആരും ശ്രദ്ധിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മറുപടി പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, ഈ ഫേമസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ലല്ലോ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബൈബിളിനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ ഈ പ്രസംഗിക്കുന്ന ആൾ പറയണ്ടേ, ബൈബിളിൽ ഇന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങൾക്ക് ആത്മാവില്ല എന്ന്. അങ്ങനെ പറഞ്ഞില്ലല്ലോ, അവിടെ ഒന്നും ഒരു തെളിവുമില്ലല്ലോ. അവരെ നമ്മൾ പിന്നെ പുതിയ ഭൂമി കാണുന്നുമുണ്ട് മൃഗങ്ങളെയൊക്കെ. അപ്പം പിന്നെ അവർക്ക് ആത്മാവില്ലേ? ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെന്ന് അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ചുമ്മാ ആരെങ്കിലും വല്ലതൊക്കെ പറയും, പ്രസംഗിക്കുമോ ഒക്കെ ഇത്. പ്രത്യേകിച്ച് ഇയാളിന് കുറേ പേരും കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. പിന്നെ ആൾ പറയുന്നതാണ് ദൈവജനത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത്. ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളാണ്. ബൈബിള് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇല്ലാത്തൊക്കെ പറയല്ലേ, ബന്ധുക്കോസാരെ പറയത്തില്ലേ, ആഭരണം ഇടുന്ന പാപമാണ്, ബൈബിളോടൊത്തും പറഞ്ഞിട്ടില്ലാത്ത കാര്യം. അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതൊക്കെ പറഞ്ഞെന്ന് പറയും. അതുപോലെ പിന്നെ ഇതുണ്ടല്ലോ, ഈ രാക്ഷസന്മാരെ കുറിച്ച് പറയുന്നിടത്ത് ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നതാ മനുഷ്യരും ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യനും പുത്രിമാരും അവരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ കാലത്ത് രാക്ഷസന്മാരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ പഠിപ്പിക്കുന്നവരെല്ലാം പറയുന്നവരെല്ലാം പറയുന്നു അവർക്ക് ജനിച്ച മക്കളാണ് രാക്ഷസന്മാരെന്നും കീർത്തിപ്പെട്ട പുരുഷന്മാരെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ജനിച്ച മക്കളാണ്. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ആ കാലത്ത് അവരുണ്ടാകാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ, നമ്മുടെ കുറേ വർഷങ്ങൾക്ക് ശേഷം, എൻ്റെ കാലശേഷം എന്നെ അറിയാവുന്ന ഒരാൾ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം എഴുതുമെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന ആ കാലത്ത് ഞാനുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പം പുള്ളി ഇന്ദിരാഗാന്ധിയുടെ ചരിത്രം എഴുതിയ കൂട്ടത്തിൽ എൻ്റെ പേരോട് പറഞ്ഞു വിചാരിച്ചു, ആ കാലത്ത് ജെസ്സിമോൾ എന്നൊരാൾ ജീവിച്ചിരുന്നു. അങ്ങനെ എഴുതിയതിൻ്റെ അർത്ഥം ഞാൻ പുള്ളിക്കാരത്തിൻ്റെ മോളാണെന്നല്ലല്ലോ, ഇന്ദിരാഗാന്ധിയുടെ മോളാണെന്നതിനും അർത്ഥമില്ല. ആ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ അന്ന് പിന്നെ ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യരും പുത്രന്മാരും തമ്മിൽ ഉള്ള കാര്യങ്ങളൊക്കെ നടന്നപ്പം അന്ന് ആക്ച്വലി ആ കാലത്തെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ആ കാലത്ത് രാക്ഷസന്മാരുണ്ടായിരുന്നു, അല്ല അവരുടെ മക്കളാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളും തെറ്റായ പഠിപ്പിക്കലും ഞാനിങ്ങനെ ഓരോന്ന് പഠിച്ച് വെച്ച് ആണ് നിങ്ങളോട് പറയുന്നത്. ഇനി മുമ്പത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് ഓരോന്ന് പറയുന്നു. ചിലപ്പം എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പുതിയ വീഡിയോയ്ക്കകത്ത് പഴയതിൽ 1-2 കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയും ചെയ്യും. പക്ഷേ ഇത്രയും ഒരു ഭാഗം ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതുപോലെ മനുഷ്യരുടെ കാര്യങ്ങൾ പറയുന്നിടത്തെല്ലാം മൃഗങ്ങളുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പം പണ്ട് നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പം മനുഷ്യർ മാത്രമല്ലല്ലോ, മൃഗങ്ങളെയും ദൈവം രക്ഷിച്ചില്ലേ. പക്ഷെ പറയുമ്പോൾ പറയുന്നതാണ് നോഹയും കുടുംബവും രക്ഷപ്പെട്ടെന്ന്. മൃഗങ്ങളാരും മിണ്ടുന്നില്ല അല്ലേ. അതും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഒരു വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആകെ എത്ര ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ബൈബിളിനകത്ത് അവർ പറയുമ്പം പഠിപ്പിക്കുന്നത് 120 പേരെ ഒന്നിച്ച് കൂടിയിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് വന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. അതിനകത്ത് ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എത്ര ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു
എന്ന് പറഞ്ഞിട്ടില്ല. അതിന് മുമ്പത്തെ ചാപ്റ്ററിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 120 പേര് കൂടിയെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 1ഉം 2ഉം അധ്യായങ്ങൾ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്. ഓക്കെ, എന്നാൽ പിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പിന്നെ ഒരു സമയത്ത് കാണാം.